ഇനി ഞാൻ പെന്തിക്കോസുകാരോട് ഒന്ന് രണ്ട് കാര്യം പറയുക കേട്ടോ. പെന്തിക്കോസുകാരോടാ, മറ്റുള്ളവർ ക്ഷമിക്കണേ, നിങ്ങളോടല്ല. പെന്തിക്കോസുകാരോട് നീ നന്നായിട്ട് വേർപാട് പാലിക്കണം. ഇനി ഇത് കട്ട് ചെയ്തിടുന്നവർ ശ്രദ്ധിച്ചോണം. പെന്തിക്കോസുകാരോടായി പറയുന്നത്, നന്നായിട്ട് വേർപാട് പാലിക്കണം. നമ്മൾ ഈ എല്ലാം വിട്ടു എന്നും പറഞ്ഞ് വന്ന് കുത്തിയിരിക്കുക, എല്ലാം ഒന്നും വിട്ടില്ല. എന്നാൾ ഞാൻ പറഞ്ഞത് ഒത്തിരി കാര്യം വിടാനുണ്ട്. വിട്ടെന്ന് പറഞ്ഞാൽ ഈ പമ്മി ഇരിക്കുന്നേ. ഇപ്പോഴും ഉണ്ട് ഒത്തിരി കാര്യം നമ്മൾ വിടേണ്ടതുണ്ട്. ഇപ്പോഴും ചില പെന്തിക്കോസുകാർ വീട് വെക്കുമ്പോൾ കള്ളിപ്പാല കെട്ടി തൂക്കിയിടും. കള്ളിപ്പാല അയന്ന കണ്ണൻ ദോഷം. ഒരു ദോഷവും നിനക്ക് വരികയില്ല. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി. പിന്നെന്തിനാടാ കള്ളിപ്പാല? ദൈവത്തിൻ്റെ ദൃഷ്ടി. അന്നേരം അടുത്ത പുള്ളി പറഞ്ഞു എന്തേലും ഒന്ന് കുഴിച്ചിട്ടേക്കാൻ. അതിനാ വരത്തുപോക്കുണ്ടെന്ന്. അതിനാ ഒരു വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ അവനെ കല്ല് വെച്ചതിൻ്റെ കൂടെ വെള്ളിരുവായും കൂടെ എന്നാ അത് പുള്ളി പറഞ്ഞെന്ന്. പുസ്തകത്തിലെ വാക്യം എന്നാണെന്നറിയാവോ? ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിലെടുക്കത്തില്ല. ഇതൊക്കെ അങ്ങ് വിടണേ പെന്തിക്കോസുകാരോടാ. ഇപ്പോഴും ഉണ്ട് ചില ആൾക്കാർ കാക്ക ഇന്ന് ആരാണ്ട് വിരുന്നുകാരുണ്ടെന്നാ. ഇത് പ്രാർത്ഥിക്കത്തൊന്നുമില്ലെന്ന്. ഒത്തിരി വിടാനുണ്ട്, ഒത്തിരി ആചാരങ്ങളും മാമൂലും. ഇപ്പോഴും ഉണ്ടല്ലോ. പുതിയ വീട് വെക്കുമ്പോൾ എല്ലാവരും അല്ലെങ്കിൽ ചിലർ പാല് കാച്ചുന്നവർ ഉണ്ട്. ചരിത്രത്തിലോട്ടൊന്നും പോകുന്നില്ല, ഉണ്ട്. ചില പറയത്തില്ലേ, ഒരു നല്ല കാര്യത്തിന് പോയി അന്നരി നശിച്ച പൂച്ച എടുത്ത് എങ്ങനെ ഉണ്ടാ. ചില പറയത്തില്ലേ, ബാബുക്കുട്ടി 1-ാം തീയതി രാവിലെ വീട്ടിലോട്ടൊന്ന് വരണം. അതിനാ കഴിഞ്ഞ മാസം ബാബുക്കുട്ടിയെ കണ്ടേച്ച് പോയത് കൊണ്ട് വളരെ ബാബുക്കുട്ടീനെ ആണോ കാണേണ്ടത്? ഞാൻ എൻ്റെ കണ്ണ് ബാബുക്കുട്ടീനെ മേലോട്ട് ഉയർത്തുന്നതാണോ? അയ്യോ, ഇപ്പോഴും ഇതൊക്കെ വിടുന്ന ആൾക്കാരുണ്ട്. 2 സഹോദരിമാർ തമ്മിൽ വർത്താനം പറയുമ്പോൾ കേട്ടിട്ടില്ലേ, എൻ്റെ സൂസമ്മയെ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. കണ്ടോ പല്ലി അലച്ചത് കണ്ടോ, സത്യമാ. എന്തിനാ നീ പറയുമ്പം വേറെ സാക്ഷി? സത്യം അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. ഉണ്ട്, ഒത്തിരി ഉണ്ട്. ചെല്ലി പറയത്തില്ലേ, അമ്മായിയമ്മേ മരുമകളുടെ മോളി നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കടുക് തൂവരുതെന്ന്. എന്നാ കടുക് തൂവരുതെന്ന്? ദോഷമെന്നല്ല, അടിയുണ്ടാക്കുമെന്ന്. വഴക്കേ ഈ സഭയ്ക്കകത്തെല്ലാം കടുക് തൂവിയാന്നോ വഴക്ക്? യാക്കോബായി ഓർത്തഡോക്സും കൂടെ വഴക്ക് വഴി കൂടെ കിടന്ന അവിടെ കടുക് തൂവിയ. അല്ല, പെന്തിക്കോസിലും ചിലയിടത്ത് വഴക്കും പുക്കാറുമുണ്ട്. കടുക് തൂവിയതാന്നോ? ഓ, എല്ലാം പോയി. ആവശ്യമില്ലാത്ത ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പാരമ്പര്യം, മാമൂല്, അതാ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണം. പെന്തിക്കോസുകാരോടാ പറയുന്നത്. പെന്തിക്കോസുകാരോടാ കേട്ടോ, മറ്റുള്ളവരോടല്ല. മുമ്പേ വരെ പറഞ്ഞത് എല്ലാവർക്കും കൂടെ വേണ്ടിയാ. ഇനി കോസുകാരോടാ. നീ 28 കെട്ടിനൊന്നും പോകരുത്, മാമോദിജയ്ക്ക് പോകരുത്, ആണ്ടിയാത്തത്തിന് പോകരുത്, അടിയന്തരത്തിന് പോകരുത്, 40-നും ഓരാണ്ടിനും നെയ്യപ്പോ ഉണ്ണിയപ്പം ചൂടും കൂടാനും ചുടാനും അത് കൊണ്ടുവരാനും പോകരുതെന്ന്. മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടത് ചെയ്തോണം. മരിച്ചു കഴിഞ്ഞ് മാന്യമായിട്ട് അടക്കിക്കോ. പക്ഷേ അതിന് ശേഷമുള്ള ഒരു ചടങ്ങും പാടില്ല. കാരണം പുസ്തകം പഠിപ്പിക്കുന്നത് ആത്മാവ് നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകും. പിന്നെ എന്ത് ചെയ്താലും ഏക്കത്തില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചടങ്ങൊന്നും ദൈവമക്കൾക്ക് പാടില്ല. മനസ്സിലായോ? വേർപാട് പാലിക്കണം. അങ്ങനെ വേർപാട് പാലിച്ച് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ച് വർജനം കാത്ത് ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. എന്തിന്? എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 28-ാം വാക്യോ, എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 36-ഉം 37-ഉം വാക്യോ, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ടും, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യവും, വെളിപ്പാട് 19-ന്റെ 11 എല്ലാം വായിക്കേണ്ടതാ. ഇപ്പൊ എല്ലാം വായിക്കേണ്ട. വായിക്ക് എബ്രായർ 9:28. പെട്ടെന്ന് വായിച്ചോ. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് യേശു വീണ്ടും വരും. അവൻ മനുഷ്യപുത്രൻ വരുമെന്ന് വീണ്ടും വരും. 10:37 വായിച്ചോ. 10:37 നിർത്തുക.
എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്നെ പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. അടുത്തത്, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, പിന്നെയോ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു. അതിന് മേളിലുണ്ട്, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട്, അത് കണ്ടില്ലയോ, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട്, എത്രാം വാക്യമാ? വായിര്. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കില്ല. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവരെന്നല്ല, വരുവാനുള്ളവൻ ഏകവചനമാ. അതന്നെ, ഒരുവനേ വരാനുള്ളൂ. അതാരാ? നസറേയനാകുന്ന യേശു ക്രിസ്തു. അതാ നമ്മുടെ പ്രത്യാശ. എന്താ നമ്മുടെ പ്രത്യാശ? അതുകൂടെ വായിച്ചങ്ങ് നിർത്താം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ട് എല്ലാവർക്കും പരിചിതമായ വാക്യമാ. എങ്കിലും വായിച്ചോ, 4:13 മുതൽ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരായി യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും കർത്താവിന്റെ പ്രത്യക്ഷത വരെ ശേഷിക്കുന്നവരായ എന്ന് കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. 16 കർത്താവ് താൻ ഗംഭീരനാദത്തോടും എല്ലാവർക്കും അറിയാവുന്നതാണ്ട് അവിടെ ഇരുന്ന് പറയുന്നു. മേളത്തതാ എല്ലാവർക്കും തിട്ടമില്ലാത്ത 16 എല്ലാവർക്കും അറിയാവുന്നതാ. പിന്നെ അപ്പൊ ഈ 13-ാമത്തെ വാക്യം മുതൽ 18-ാമത്തെ വാക്യം വരെ പഠിച്ചാൽ പ്രധാനമായിട്ട് 4 കാര്യം. അതാ നമ്മുടെ പ്രത്യാശ. എന്താ ഈ പ്രത്യാശ? ഒന്ന്, ഒരു മടങ്ങി വരവ്. ആര് മടങ്ങി വരും? യേശു മടങ്ങി വരും. ഇതാ നമ്മുടെ പ്രത്യാശ. സുവിശേഷം പ്രത്യാശ തരുന്നതാ. നമ്മുടെ നേതാവ് തിരിച്ചു വരും. നമ്മുടെ നേതാവ് മടങ്ങി വരും. അവൻ നമ്മെ വീണ്ടെടുത്തവൻ വീണ്ടും തിരിച്ചു വരും. അതാ, 1 മടങ്ങി വരവ്, 2 ഒരു ഉയർപ്പ്, 3 ഒരു രൂപാന്തരം, 4 ഒരു സമാഗമം. ദൈവത്തിന് മഹത്വം. ഈ കണ്ണികയ്ക്കകത്ത് 4 കാര്യമാ. ഇതാ നമ്മുടെ പ്രത്യാശ. എന്താ പ്രത്യാശ? യേശു വീണ്ടും വരും. എല്ലാവരെയും ചേർക്കാനല്ല, യാക്കോബക്കാരെ കൊണ്ടുപോകാനല്ല, മാർത്തോമാക്കാരെ കൊണ്ടുപോകാനല്ല, കത്തോലിക്കരെ കൊണ്ടുപോകാനല്ല, കൽദായ സുറിയാനിയെ കൊണ്ടുപോകാനല്ല, കനാനായ യാക്കോബ, കനാനായ കത്തോലിക്കര്, പിന്നെ ലത്തീൻ കത്തോലിക്കര്, പിന്നെ കനാനായ കത്തോലിക്കര്, പിന്നെ റീത്തുകാര്, ഇവരെ ആരെയും കൊണ്ടുപോകാനല്ല, ബ്രദറുകാരെ എല്ലാം കൂടെ കൊണ്ടുപോകാനല്ല. CMS, CSI, ആംഗ്ലിക്കൻ, സാൽവേഷൻ ആർമി, ഇവാഞ്ചലിക്കൽ, മാർത്തോമ, ഇവരെ ആരെയും കൊണ്ടുപോകാനല്ല. അപ്പൊ ചോദിക്കും ബന്ധിക്കോസുകാരെയല്ല, ബന്ധിക്കോസുകാരെ കൊണ്ടുപോകാനല്ല. അപ്പൊ ചോദിക്കും TPMകാരെ എല്ലാം കൂടെ അവരെയും കൊണ്ടുപോകാനല്ല. യേശു വരുന്നത് തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാനാ. ഈ കാണുന്ന ഒറ്റ ബോർഡ്, എല്ലാ ബോർഡും ബോർഡുകാരെ കൊണ്ടുപോകാനല്ല, ഈ കെട്ടിടത്തിൽ പാർക്കുന്നവരെ കൊണ്ടുപോകാനല്ല, ഇന്നത്തെ ഒരു സംഘടനയും കൊണ്ടുപോകാനല്ല. പിന്നെ എന്തിനാ യേശു വീണ്ടും വരുന്നത്? തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ. പോകണമെങ്കിൽ എന്തോ ചെയ്യണം? ഓടിച്ചങ്ങ് നിർത്തുക. മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. തീർന്നില്ല. വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടണം. നിമജ്ജനം, മുഴുകൽ. തീർന്നില്ല. അഭിഷേകം പ്രാപിച്ചിരിക്കണം. തമ്പാറിട്ട് അടിക്കുമ്പം ഞെട്ടുന്നതല്ല, അന്യഭാഷാ ഭാഷണത്തിൽ നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇതുവരെ അത് അനുഭവത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഇത് ബന്ധുക്കോസുകാർ കൊടുക്കുന്നതല്ല, ദൈവത്തിന്റെ ദാനമാണ്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ഇന്ന് രാത്രി ദൈവം തൃപ്തിപ്പെടുത്തും. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത്. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യേ കൊണ്ട് അത് കുലുങ്ങി പോകത്തില്ല. ഇന്ന് രാത്രി ആത്മസ്നാനം പ്രാപിക്കണം. തീർന്നില്ല. വേർപാട് പാലിക്കണം. അതാ മുമ്പേ ഓർപ്പിച്ചല്ലോ, എല്ലാം വിവരിക്കുന്നില്ല. വേർപാട്. നമ്മുടെ യോഗം തീരുകയല്ലേ, അപ്പൊ ഇത് പറയാറൊക്കത്തില്ല. ഇതല്ലേ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിന് മഹത്വം. വേർപാട് പാലിക്കണം. തീർന്നില്ല. തിരുമേശ എടുക്കണം. തിരുമേശ ആഴ്ചയിൽ മാസത്തിലൊന്നൊന്നുമല്ല. ഈ വേദപുസ്തകം പഠിച്ചാൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാള് കൂടുന്നത് പ്രധാനമായിട്ട് 3 കാര്യത്തിനാണ്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ കൂടേണ്ടത് പ്രധാനമായിട്ട് 3 കാര്യം. 1, ദൈവത്തെ ആരാധിക്കാൻ. അതാ വെളിപ്പാട് പുസ്തകം 1:9, കർത്ത ദിവസത്തിൽ ഞാൻ
വിവശനായി, ശരിയായി പഠിച്ചാൽ ആത്മാവിലായെന്ന. അപ്പം അത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളാ. അപ്പം എന്തിനാ? ആത്മാവിലാകാൻ. ഇത് ഞായറാഴ്ച വന്നൊരു കസേര കയറി ഇരിക്കുക, ഈ കുളക്കരയെ മുണ്ടി ഇരിക്കും പോലെ. എന്തിനാ ഇങ്ങനെ വരുന്നേ? ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ കൂടി വരുന്ന ദൈവത്തെ ആരാധിക്കാനാ. ഇപ്പം അങ്ങനൊന്നും പറയാൻ, സഭയ്ക്കകത്തൊന്നും പറയാനൊക്കത്തില്ല. മിക്ക വിദ്വാന്മാരും വരുന്ന മൊബൈലിൽ കളിക്കാനാ. ആരാധന നടക്കുമ്പോൾ ഇവൻ അവിടെ ഇരുന്ന് ഇതിനകത്ത് മാന്തുക, ദൈവം നിന്നെ മാന്തും. ഒരു തർക്കവുമില്ല. എടാ 2.5-3 മണിക്കൂർ ഇതൊന്ന് മാറ്റി വെച്ച് നിനക്ക് ദൈവത്തെ ആരാധിക്കാൻ മേലെ. എനിക്ക് ഇവരോട് സന്തോഷം തോന്നി. വേണ്ടേ, ഒരു കുഞ്ഞുങ്ങൾ പോലും മൊബൈലിൽ കളിക്കുന്നില്ല. ചിലയിടത്തൊക്കെ വലിയ കൺവെൻഷൻ എന്നാൽ പാസ്റ്റർമാർ തന്നെ ഇരുന്ന് മൊബൈലിൽ തോണ്ടുകയും മാന്തുകയും, പാട്ടുകാരും ചിലരെ, നിങ്ങളുടെ കാര്യമല്ല, അതിനകത്തിരുന്ന് ചാറ്റ് ചെയ്യുകയും. പിന്നെ ഞാൻ ഒരുത്തരോട് ചെന്തു പാടാ, പാട്ട് നോക്കുക അറിയാൻ മേലത്തെങ്കിൽ പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവൻ അവിടെ ഇരുന്നല്ല, പാട്ടൊന്നും നോക്കുക അല്ലെന്ന് മിക്കതും. ചിലർ നോക്കുമായിരിക്കും, ഞാൻ എതിർക്കുന്നില്ല. ഇത് ശുശ്രൂഷ നടക്കുമ്പോൾ ഇതിനകത്ത് അങ്ങ് പണിയാ. 2 മണിക്കൂറോ 3 മണിക്കൂറോ ഇത് മാറ്റി. ഞാനൊരു പ്രാഗൽഭ്യത്തോടെ ഒരു കാര്യം പറയാം. എൻ്റെ ആ മൊബൈൽ ഞാൻ തരാം, തിരിച്ചു തരാം, പേടിക്കുമൊന്നും വേണ്ട. പുള്ളി ഓർത്തിന് ഇളക്കം കയറി അതുകൊണ്ട് പോകാനാണ്. തിരിച്ചു തരും. സഭായത്തിന് കയറിയാൽ ഇത് തൊടുകയല്ല. ആശീർവാദം കഴിഞ്ഞ് ഒരു സമയത്താണ് നോക്കുന്നത്. ഇന്ത്യൻ പ്രസിഡന്റ് വിളിച്ചാൽ എടുക്കുകയല്ല. നല്ല പ്രാഗൽഭ്യത്തോടാ പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ്, അതാണല്ലോ വലിയ പുള്ളി എന്ന് പറയുന്നത്, എന്നെ വിളിക്കാനെ പറയും, സഭായം കഴിഞ്ഞേച്ച് വിളിക്കാൻ പറയും. ക്ലിൻ്റൺ ആണെങ്കിലും കൊള്ളാം, ട്രംപ് ആണെങ്കിലും കൊള്ളാം, ആരാണെങ്കിലും കൊള്ളാം, സഭായോഗം കഴിഞ്ഞേച്ച്. അതിനാ സഭായോഗത്തിന് അപ്രാധാന്യം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ കൂടുന്നത് ദൈവത്തെ ആരാധിക്കാനാ. 2, അതുകൊണ്ട് ആരായാലും സഭായോഗത്തിന് മൊബൈലിൽ കളിക്കോ മൊബൈലിൽ പണിയോ ചെയ്താൽ ഇന്ന് രാത്രി നീ മാനസാന്തരപ്പെട്ടോണം. ഇപ്പൊ സഭകളിലെല്ലാം എഴുതി വെക്കുക, സ്വിച്ച് ഓഫ്. എന്തിനാടാ? ഇതൊന്നും എഴുതി വെക്കേണ്ട കാര്യമൊന്നുമല്ല. എഴുതി വെക്കണോ? എന്നതിനാ? പോലീസ് സ്റ്റേഷനിൽ ഐജിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുക, അവിടെ എഴുതി വെക്കുക, തെറി പറയരുത്. പറയുമോ? ഐജിയുടെ ഓഫീസിൽ എവിടെയാലും എഴുതി വെച്ചിട്ടുണ്ടോ തെറി പറയരുത്? എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. അതെന്നാ? അവിടെ ചെല്ലുന്നവൻ അറിയാം ഇതാരാ, ഐജിയാ. നീ നിന്റെ നാട്ടിൽ മുണ്ടുവൊക്കെ പൊക്കി കുത്തി ഡാഷ് ഡാഷ് എന്ന് പറഞ്ഞു, നീ അവിടെ ചെന്നെന്ന് പറഞ്ഞേ. ഒന്നും അറിയാമല്ലോ. ഇത് സഭാകളിലൊന്നും എഴുതി വെക്കണ്ടെന്ന്, സ്വിച്ച് ഓഫ് ചെയ്യാൻ. എടാ, സഭാഗോളിന്റെ ഗേറ്റ് കയറുമ്പോഴേ അറിയാം ഇത് കളിക്കാനല്ല ഇതിനകത്ത് വരുന്നത്. എന്നെ എല്ലാരും വള്ളം പൊങ്ങിയതുപോലെ ഇരിക്കുന്നത്. എന്തിനാ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ വരുന്നത്? 1, ദൈവത്തെ ആരാധിക്കാൻ. 2, എന്തിനാന്ന് ചോദിച്ചാൽ ഇങ്ങനെ ആ വാക്യം, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അപ്പം നുറുക്കാൻ കൂടി വന്നെന്ന. അപ്പം നുറുക്കണം. TG ഉമ്മച്ചൻ അവർകൾ ഒരിക്കലും അദ്ദേഹത്തിന്റെ മകൻ ജോർജ് ഉമ്മച്ചന്റെ ഭാര്യയാണല്ലോ CC പാസ്റ്ററുടെ പെങ്ങള്, അങ്ങനല്ലയോ ബന്ധം? അതെ. അപ്പം ബഹുമാനപ്പെട്ട് മൺമറഞ്ഞ TG ഉമ്മച്ചൻ അവർകൾ ഒരു ദിവസം സ്ഥലമൊന്നും പറയുന്നില്ല, ഒരു സഭയെ ചെന്നു. നേരത്തെ ചെന്ന പുള്ളി ഇങ്ങനെ ഇരിക്കുക. സഭായകം തുടങ്ങാൻ 1/2 മണിക്കൂറൂടെ ഉണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ നോക്കിയിട്ട് 9:50 തിരുമേശ ഒരുക്കി വെക്കുന്നില്ല. അപ്പോൾ ശുശ്രൂഷകനെ വിളിച്ചു, പേര് ചോദിച്ചു പറഞ്ഞു, ഇന്ന് തിരുമേശ ഇല്ലയോ? ഉടനെ പറഞ്ഞു, അപ്പച്ചാ എല്ലാ ആഴ്ചയിലും ഇല്ല അപ്പച്ചാ. ഉടനെ TG ഉമ്മച്ചൻ അവർ ബാഗ് എടുത്ത് വെച്ച് പറഞ്ഞു, ഞാൻ ആരാധനയുള്ളിടത്തോട്ട് പോവുക. ഇവിടെ ആരാധനയൊന്നും അല്ലല്ലോ നടക്കുന്നേ. ഇവിടെ നിങ്ങൾ ഞായറാഴ്ച എല്ലാവരും ഇരുന്ന് കൂടുന്നല്ലേ ഉള്ളൂ. ഞാൻ ആരാധനയുള്ളിടത്തോട്ട് പോവുകയെന്ന് മനസ്സിലായി കാണും. കുറഞ്ഞ പക്ഷം ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളെങ്കിലും അപ്പം നുറുക്കണം. അതെന്നാ?
അവിടുത്തെ മരണത്തെയും അവിടുത്തെ പങ്കപ്പാടിനെയും വ്യതയെയും നമുക്ക് വേണ്ടി സഹിച്ച പീഡകളെയും ഒക്കെ ഓർപ്പിക്കുന്ന മകനീയ ശുശ്രൂഷയാ തിരുമേശ. അത് ചെയ്തേ നോക്കൂ. ഇത് മിക്കയിടത്തും ഞായറാഴ്ച ഉമ്മ കിടന്ന് ആട്ടം തന്നെ ആട്ടം, പാട്ട് തന്നെ പാട്ട്, പാടി ഊപ്പ കിടന്ന് പ്രൈസ് ആൻഡ് വർഷിപ്പ് എല്ലാം തുള്ളി കലിച്ച് കുറേ എണ്ണം പോയി കുറേ എണ്ണം നിന്ന് ആട്ടെ. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ 1 ആത്മാവിലാകണം, 2 തിരുമേശ നടത്തണം, 3 ആഴ്ചവട്ടത്തിൽ എന്തിനാ കൂടി വരുന്നത്? അത് വായിച്ചോ. അതെല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ല, എന്നാലും അങ്ങ് ജിജോ വായിരേ. എല്ലാവർക്കും ഇഷ്ടമല്ല, വായിരേ. കൊരിന്ത്യലേഖനം 16:1, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16:1 വായിച്ചോ. 2-ാം ലേഖനം 13 അധ്യായം ഉള്ളൂ. അതുകൊണ്ട് 1-16 വായിരേ. ഇല്ലേ, ജിജോയ്ക്ക് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലോ അതാ വായിക്കാതിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. വായിച്ചോ വായിക്കേ. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ തോറും അങ്ങോട്ട് നോക്കി വായിര. എന്റെ മുഖത്താന്ന് എഴുതിയേക്കുന്നത്. 1-ാം നാൾ തോറും ഒന്നുകൂടെ വായിച്ചേ. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ തോറും 1-ാം നാൾ തോറും നിങ്ങളിൽ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് ചരദിച്ച് തന്റെ പക്കൽ വെച്ചുകൊള്ളണം. പ്രധാനമായിട്ട് ആഴ്ചവട്ടം ഇത് 3 കാര്യം നടക്കണം. ആത്മാവിലാകണം, സ്തോത്രം, അപ്പം നുറുക്കണം, ചരദിച്ച് വെച്ചത് കൊണ്ടുവരണം. അതൊരു യാഗമാണ്, ഇത് വേർപാടിൻ്റെ ആരാധനയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി പറയാം, തിരുമേശ എടുക്കണം. തിരുമേശ എടുത്ത് വിശുദ്ധ ജീവിതം നയിക്കണം, വേർപാട് പാലിക്കണം, കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥന കഴിക്കണം. ഇങ്ങനെയുള്ള വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. അതാ മടങ്ങി വരവ്. 1 മടങ്ങി വരവ്, മുമ്പേ ഓർപ്പിച്ചാൽ 2 ഉയർപ്പ്, മൺമറഞ്ഞ വിശുദ്ധന്മാർ പുത്തൻ ശരീരത്തോടെ ഉയർത്ത് വരും. 3 രൂപാന്തരം, കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം. 2 കൂട്ടരും കൂടെ ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. കോടി കോടി വിശുദ്ധന്മാർ ഒന്നിച്ച് കർത്താവിനെ എതിരേൽക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പാടുക. ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് പുറപ്പെട്ടു വരുന്നത് പോലെ കോടി കോടി വിശുദ്ധന്മാർ ഒന്നിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ആ കർത്താവിനോട് കൂടെ ഒന്നിച്ച് വാഴും. അത് യുഗായുഗം വാഴുമെന്ന് ഇതാ നമ്മുടെ പ്രത്യാശ. ഇന്ന് രാത്രി ഈ പ്രത്യാശയുള്ള ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. യേശു വീണ്ടും വരും, യേശു വീണ്ടും വരും.